ഈ കാണുന്നത് വിവിധ തരം റൗട്ടറുകൾ അല്ലെങ്കിൽ മോഡങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. അതായത് ഇതാണ് ഏറ്റവും പഴയത് ഒരു മോഡം അല്ലെങ്കിൽ റൗട്ടറാണിത്, മോഡമാണിത്. ഇതൊരു ടെക്നികളറിൻ്റെ കൊയാക്സിൽ മോഡമാണ്. അതായത് കൊയാക്സിൽ കേബിൾ കണക്ട് ചെയ്യാനുള്ളൊരു ഭാഗം നിങ്ങൾക്ക് കാണാം. അതായത് നമ്മുടെ ടി വിയിലൊക്കെ കേബിൾ ടി വിയുടെയൊക്കെ വന്നിരുന്നു വെച്ചാൽ അത് കൊയാക്സിൽ കേബിൾ കണക്ട് ചെയ്ത് ഉപയോഗിച്ചിരുന്ന അന്നത്തെ കാലത്തൊരു റൗട്ടറാണിത്, മോഡമാണിത്. അപ്പോൾ ഈ മോഡത്തിൽ നമുക്ക് അന്നത്തെ സ്പീഡ് ഏകദേശം ഒരു 50 MBPS വരെയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു മോഡമാണിത്. അപ്പോൾ അതിനകത്ത് ലൈറ്റ് ഇൻഡിക്കേഷൻസ് ഒക്കെ അതിൻ്റെ ഫ്രണ്ടിലാണ് വരുന്നത്. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വെച്ചാൽ അതായത് ഫൈബർ വന്നേക്കുമ്പോൾ ഇത്തരം മോഡങ്ങളായിരിക്കും എല്ലാവരും തന്നെ ഉപയോഗിച്ചിരുന്നത്. ഇത്തരം മോഡങ്ങൾ ഉപയോഗിച്ചിരുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ഈ ഒരു കൊയാക്സിൽ മോഡങ്ങൾ ഇപ്പോൾ വളരെ അപൂർവമായിട്ട് ഇപ്പോഴും ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ അറിയില്ല. ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തേക്കുക. അതാണ് കൊയാക്സിൽ മോഡം. അത് കഴിഞ്ഞ് നമ്മുടെ DSL കണക്ഷൻ, ADSL അല്ലെങ്കിൽ DSL കണക്ഷൻസ്, അതായത് നമ്മുടെ BSNL ഒക്കെ കൊടുത്തിരുന്ന, അതും ശരിക്കും കൊയാക്സിൽ മോഡത്തിനേക്കാളും മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ പറയാം. അതായത് ഒരു 10 MBPS വരെയൊക്കെ സ്പീഡ് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു സ്പീഡ് കുറഞ്ഞ ഒരു റൗട്ടേഴ്സാണിത്, ADSL റൗട്ടേഴ്സ് അല്ലെങ്കിൽ ADSL മോഡം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മോഡത്തിന് ഇതിൻ്റെ ഒരു RJ11 ടെലഫോൺ കേബിൾ, ടെലഫോണിൽ മനസ്സിലാവും, വീട്ടിലൊക്കെ ടെലഫോണിൽ BSNLൻ്റെയൊക്കെ വന്നിരുന്ന സമയത്ത് സ്പ്ലിറ്റർ ഇട്ട് നമുക്ക് ആ ഒരു DSL അല്ലെങ്കിൽ ADSLൻ്റെയൊക്കെ ഇത്തരം റൗട്ടേഴ്സ് നമുക്ക് നൽകിയിരുന്നത്. അപ്പോൾ അതിൻ്റെ സ്പീഡ് ഏകദേശം ഒരു 10 MBPS 5 MBPS ഒക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആ ഒരു കാലഘട്ടത്തിലൊക്കെ ആ ഒരു സ്പീഡ് തന്നെ വലിയ സ്പീഡായിരുന്നു. അപ്പോൾ ആ ഒരു സ്പീഡിലൊക്കെ ഉണ്ടായിരുന്ന ഒരു DSL അല്ലെങ്കിൽ ADSL റൗട്ടേഴ്സാണ് ഈ കാണുന്നത്, മോഡമാണ് ഈ കാണുന്നത്. പിന്നെ അടുത്തതാണ് നമ്മുടെ വാൻ റൗട്ടർ നമുക്ക് നോർമലി അറിയാം. അതായത് ഇപ്പോൾ നമ്മൾ ഈ റൗട്ടർ എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് മേടിക്കുന്ന റൗട്ടറാണ് ഇത്തരം വാൻ റൗട്ടേഴ്സ് തന്നെ പല വിധത്തിലുണ്ട്. സിംഗിൾ ബാൻഡ്, ഡ്യുവൽ ബാൻഡ് ഉൾപ്പെടെ വളരെ Wi-Fi 6 ഉൾപ്പെടെയുള്ള വിവിധ തരം വാൻ റൗട്ടേഴ്സ് ഇപ്പോൾ നിലവിലുണ്ട്. വാൻ റൗട്ടറുകൾ നമുക്ക് ഇനി ആവശ്യം വരും. വാൻ റൗട്ടേഴ്സും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ കേബിൾ വന്ന് കയറുന്ന എൻഡിൽ വല്ല ONT അല്ലെങ്കിൽ ONU പോലത്തെ ഇത് അല്ല, നമ്മൾ റൗട്ടേഴ്സാണ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ റൗട്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഫൈബർ വന്ന് കയറിയിട്ട് അവിടെ നിന്ന് നമ്മൾ റൗട്ടർ വെച്ചിട്ട് ആ ഒരു വൈഫൈക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എക്സ്റ്റൻഷന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതാണ് വാൻ റൗട്ടേഴ്സ്. പിന്നെ അതുപോലെ തന്നെ ഫൈബർ വന്ന് കയറുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും ഫൈബർ വന്ന് കയറുന്ന GXൻ്റെ റൗട്ടേഴ്സാണിത്. ഇതുപോലെ തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ വൈഫൈ ഇല്ലാത്ത റൗട്ടേഴ്സും ഉണ്ടായിരുന്നു. ONUs ഉണ്ടായിരുന്നു. അതായത് ഫൈബർ ഇവിടെയായിട്ടാണ് ഫൈബർ വന്ന് കയറുന്ന പോർട്ടാണിത്. അപ്പോൾ ഫൈബർ വെച്ചിട്ട് ഇത് GXൻ്റെ ആണ്. ഇതിൻ്റെ ഇതുപോലെ തന്നെ നെറ്റ്ലിങ്കിൻ്റെ ഉണ്ട്, നെറ്റ്ലിങ്കിൻ്റെ പല കമ്പനികളുടെ ഉണ്ട്. ഫൈബർ ONUs ഉണ്ട്. ഫൈബർ ONU നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോഴും ഫൈബർ ONUs ഉണ്ടാവും. അപ്പോൾ അത് നേരെ ഫൈബർ വന്ന് കയറുന്നതാണ്. അപ്പോൾ ഈ എക്സ്റ്റെൻഡ് ചെയ്യാനും ബാക്കിയുള്ള പർപ്പസിനൊക്കെയാണ് ഈ റൗട്ടേഴ്സ് മെയിൻലി വരുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ലീസ് ലൈൻ പോലുള്ള കണക്ഷൻസിലൊക്കെ മീഡിയ കൺവെർട്ടറിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഈ റൗട്ടേഴ്സ് വെച്ച് കോൺഫിഗറേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ONU. അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതൊക്കെ ഈ ഒരു മോഡലാണ്. അതായത് നമ്മുടെ ഈ ഒരു കൊയാക്സിലിൻ്റെ കാലഘട്ടം കഴിഞ്ഞു, DSLൻ്റെ കാലഘട്ടം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്തരം ONUs വെച്ചിട്ടാണ് നമ്മൾ കണക്ടിവിറ്റി എടുക്കുന്നത്. പിന്നെ വരുന്നത് സിം റൗട്ടേഴ്സ് അറിയാം, ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. സിം ഇടാനുള്ള സ്ലോട്ട് ഇവിടെ കാണാം. നമുക്ക് സിം ഇട്ട് ഉപയോഗിക്കാം. അതായത് ഈ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഒരു സിം റൗട്ടേഴ്സ് എന്ന് പറയുന്നത്. സിം റൗട്ടേഴ്സ് വളരെ നല്ലതാണ്. കേബിൾ മറ്റേ നമ്മുടെ CCTV ആൾക്കാരൊക്കെ, അതായത് CCTV ടെക്നീഷ്യന്മാരൊക്കെ കൂടുതലായിട്ട് ഇതിനെ ആശ്രയിക്കാറുണ്ട്. കാരണം എല്ലായിടത്തും ആ ഒരു ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഉണ്ടാവണമെന്നില്ല. അവിടെയൊക്കെ നമുക്ക് ഈ ഒരു സിം റൗട്ടേഴ്സ് ഉപയോഗിക്കാവുന്ന ഒന്ന് തന്നെയാണ് സിം റൗട്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് ഈ ഒരു റൗട്ടറുകളുടെയൊക്കെ പുറകിൽ 1-2 റൗട്ടർ കാണാം. അത് ലോഡ് ബാലൻസിങ് റൗട്ടറാണ് ഈ ഇരിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ ഈ ഇരിക്കുന്നത് Wi-Fi 6ൻ്റെ ഒരു റൗട്ടറാണ്, Wi-Fi 6ൻ്റെ RCENTO റൗട്ടറാണ്. അപ്പോൾ അതൊക്കെ ഒരു വാൻ റൗട്ടറിൽ പെടുന്നതാണ്, Wi-Fi 6ൻ്റെ റൗട്ടറാണ്. അപ്പോൾ ഇങ്ങനെ വിവിധ തരം റൗട്ടറുകളാണ് ഇന്ന് മാർക്കറ്റിൽ നിലവിലുള്ളത്. അതിനകത്ത് ഈ ഒരു 1-2 നമ്മൾ ഇപ്പോൾ കാണാൻ പറ്റില്ല, വളരെ അപൂർവമായിട്ടാണ് ഉണ്ടാവുള്ളൂ. തന്നെ ഇല്ലെങ്കിൽ ഓൾറെഡി ഇപ്പോൾ വിപണിയിൽ ഉണ്ടാവില്ല. പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. ഒരുപാട് നമ്മളൊക്കെ ഇതിനകത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന റൗട്ടേഴ്സിൽ ഒന്നാണ് ഈ ഒരു കോയാക്സൽ റൗട്ടേഴ്സും ADSL റൗട്ടേഴ്സൊക്കെ. ഇപ്പോഴൊക്കെ ഈ ONU സിം റൗട്ടേഴ്സിലൊക്കെ ആണ് കൂടുതൽ എല്ലാവരുടെ കയ്യിലും കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു വിവിധതരം റൗട്ടറുകളാണ്. ഇതൊക്കെ ഒരുമിച്ച് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് ചോദിച്ചു. അപ്പോൾ ഇതിനകത്ത് മിക്കതും എല്ലാവരും ടെക്നീഷ്യന്മാരാണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് എല്ലാം മിക്കതും കണ്ടിട്ടുണ്ടാവും. ഇനി അതെല്ലാം ഫ്രഷേഴ്സ് ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇന്നിപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത് കാണുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ടെക്നീഷ്യൻ ആണെങ്കിൽ ഇത് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് ഒന്ന് കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുപോലത്തെ ടെക്നിക്കൽ വീഡിയോസിനായിട്ട് ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.